നിറത്തിന്റെ പേരിൽ ആക്ഷേപിക്കപ്പെട്ടപ്പോൾ ഇന്നലെ നമ്മുടെ മുസ്ലിം സമുദായത്തിലെ 19-കാരിയായ ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തു. വിവാഹം കഴിഞ്ഞിട്ട് ഏതാനും ദിവസങ്ങൾ മാത്രമാണ് ഭർത്താവിന്റെ കൂടെ ജീവിച്ചത്. ആ ഭർത്താവും ഭർത്താവിന്റെ വീട്ടുകാരും നീ കറുത്തവളാണ്, നിനക്ക് നിറം പോരാ, നിനക്ക് ഇംഗ്ലീഷ് അറിയില്ല എന്നൊക്കെ പറഞ്ഞപ്പോഴേക്ക് ആ കുട്ടിയുടെ മനം നൊന്തു. ആ കുട്ടി സഹിക്കവയ്യാതെ ആത്മഹത്യ ചെയ്തു. ആരാണിവിടെ കുറ്റക്കാർ? എല്ലാവരും ഇതിൽ കുറ്റക്കാരാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരു ഉമ്മാക്കൊരു റോളുണ്ട്, ഉപ്പാക്കൊരു റോളുണ്ട്. പറഞ്ഞു കൊടുക്കണം ആരാണ് റബ്ബെന്ന്. ആരെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോഴേക്ക് അവസാനിപ്പിക്കാനുള്ളതല്ല ജീവിതം. ജീവിതം റഹ്മാനായ റബ്ബ് തന്ന നിഅമത്താണ്. അത് ഒരാളുടെ കൂടെ വേണ്ടെങ്കിൽ വേറൊരാളുണ്ടാകും. തവക്കുൽ ചെയ്യണം. അതിനുള്ള ഈമാനിക കരുത്ത് നേടാതെ എന്തെങ്കിലും നിസ്സാര പ്രശ്നം വരുമ്പോഴേക്ക് ഒരു മൊബൈൽ കിട്ടിയില്ലെങ്കിൽ, ഒരു കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ പറ്റിയില്ലെങ്കിൽ, ഒരു ലാപ്പ് നിഷേധിക്കപ്പെട്ടുവെങ്കിൽ അതൊക്കെ പെട്ടെന്ന് അങ്ങ് കയറി ആത്മഹത്യ ചെയ്യാനും അതേപോലെ തന്നെ വിവാഹ ജീവിതം അവസാനിപ്പിക്കുവാനും കുടുംബജീവിതവും ജീവിതം തന്നെയും അവസാനിപ്പിക്കുവാനും ഒക്കെ മക്കൾ ആ രൂപത്തിൽ ആയിത്തീരുന്നത് എന്തുകൊണ്ടാണ്? അവർക്ക് തവക്കുൽ കിട്ടുന്നില്ല. റബ്ബിനെ കുറിച്ചുള്ള അറിവ് കിട്ടാതെ പോകുന്നു. ഇവിടുന്നാണ് മരിച്ചാരെല്ലാം ആയി എന്നാണോ ചിന്തിച്ചത്? അതല്ലേ ആത്മഹത്യയുടെ മൂലകാരണം? എരിതീയിൽ നിന്ന് വറവ് ചട്ടിയിലേക്കാണ്, അല്ലെങ്കിൽ വറവ് ചട്ടിയിൽ നിന്ന് എരിതീയിലേക്കാണ്. മരിക്കുന്നതോടുകൂടി ഇനി ഞാൻ പ്രവേശിക്കുന്നത് എന്ന് ബോധമുള്ള ഒരാൾക്ക് ആത്മഹത്യ ചെയ്യാൻ കഴിയില്ലല്ലോ. അള്ളാഹു നമ്മളെയും നമ്മുടെ മക്കളെയും ഒക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ.